എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു മധുരമുള്ള സ്നാക്കാണ് ചെയ്യുന്നത്. തേങ്ങ ഉണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് ഗോതമ്പ് പൊടിയിൽ ഇത് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ പകുതി ഗോതമ്പ് പൊടിയും പകുതി മൈദപ്പൊടി എടുത്തിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ മുഴുവനായിട്ടും മൈദപ്പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. എന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന ആ ഒരു പരുവത്തിന് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്കിത് കുഴയ്ക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും മാവ്. അപ്പോൾ അതാ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഫില്ലിങ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റൗ ഓണാക്കി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് 3 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് മെൽറ്റായിട്ട് വരുമ്പോഴത്തേക്കും 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർക്കുന്നുണ്ട്. എന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം മീഡിയത്തിലേക്ക് ആക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തേങ്ങയൊക്കെ ചെറുതായിട്ടൊന്ന് ഗോൾഡൻ കളറായിട്ട് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂസും പിസ്തയും ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണക്കമുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗണിഷ് കളറായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ മധുരം നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. എന്നതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അത് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ നേരം കൊണ്ട് നമുക്ക് മാവൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇനി നമുക്കൊന്ന് പരത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ചപ്പാത്തി പലകയിലേക്ക് കുറച്ച് മൈദപ്പൊടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇതിന് വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഫുള്ളായിട്ട് പരത്തിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ സൗകര്യം. അതാകുമ്പോൾ എല്ലാം ഒറ്റയടിക്ക് നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഒന്ന് പരത്തിയെടുക്കുകയാണേ. അപ്പോൾ അത് അവിടെ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൻ്റെ മൂടി വെച്ചിട്ട് നമുക്കത് ഒന്ന് റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കാം. അപ്പോൾ ഇതേപോലെ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ആദ്യത്തെ റൗണ്ട് ഷേപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് 1-2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കത് കയ്യിലെടുത്തിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ആദ്യം ഇതിൻ്റെ സെൻറ്റർ ഭാഗം വിരൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഒരു സൈഡ് ക്ലോസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം വിരലിലൊന്ന് ഇതാക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് ഒട്ടിക്കിട്ടും. അപ്പോൾ അതാ ഞാനിവിടെ ക്ലോസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ കണ്ടില്ലേ, ഈ ഒരു ഷേപ്പിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാ ഭാഗവും കവർ ചെയ്ത് വരുന്ന രീതിയിൽ വേണം നമ്മളിത് ഒട്ടിക്കാൻ കേട്ടോ. അപ്പോൾ അതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ എല്ലാവരും നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതാ ഞാൻ എല്ലാവരും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഒന്നും കൂടി ഒന്ന് ഷേപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അരിക് ഭാഗമൊക്കെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈനിൽ കിട്ടും. ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് നേരിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം ഞാൻ അതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റൗ ഓണാക്കി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് വേവിച്ചിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആവിയിൽ വേവിച്ചിട്ട് അങ്ങനെ കഴിക്കാം. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം മീഡിയത്തിലേക്ക് ആക്കാം. എന്നതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോന്നിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. 1-2 ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യുക. അപ്പോൾ അത് നല്ല ഗോൾഡൻ കളർ ആവണമെന്നുണ്ടെങ്കിൽ അത്രയും നേരം ഇട്ടിട്ട് ഫ്രൈ ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു കളറിന് മാറ്റിയാണ്. ഒരു സൈഡും ആയി കഴിയുമ്പോൾ നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 2 സൈഡും ഏകദേശം ഒരു കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇത് ഞാൻ എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ്. അപ്പോൾ ഇതേപോലെ ബാക്കിയിരിക്കുന്ന എല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതാ നമ്മുടെ അട്ടിപ്പൊളി തേങ്ങയുടെ വെച്ചിട്ടുള്ള ഒരു പലഹാരം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്